ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്ക മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുവദിച്ചു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ ശൂന്യ നോമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അനുഗ്രഹപ്രദമായി മർത്തമറിയം സമാജം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥന നടത്തി വരികയാണല്ലോ. ഈ പ്രാർത്ഥനയിൽ ആദിയോടന്തം ദൈവമേ സന്നിഹിതനാകണമേ, പരിശുദ്ധാത്മാവെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനായി ഏറ്റവും ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ, കൃപയിലും നന്മയിലും ഞങ്ങളെ വഴി നടത്തണമേ. ഇന്നയോളം കരുതിയ കൃപകളെ ഓർക്കുന്നു. അവിടുത്തെ മാതാവിൻ്റെ പെരുന്നാളിൽ ഞങ്ങൾ സംബന്ധിക്കുമ്പോൾ ഈ ദിവസം അവിടുത്തെ മാതാവിനോട് ചേർന്ന് ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ ഇടയാക്കണം. രോഗങ്ങളാലും ദുഃഖങ്ങളാലും പ്രയാസങ്ങളാലും കഴിയുന്നവരെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അവരെല്ലാം അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ, നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവർക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരായിരിക്കുന്ന അനുഭവങ്ങൾ അവരെ കാത്ത് പരിപാലിക്കണമേ, സകല നന്മയിലും അവിടുന്ന് പരിപാലിക്കണം. കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ തരുന്നു. പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും തിരുസന്നിധിയിൽ തരുന്നു. ആശുപത്രികളിലും വീടുകളുമായി കഴിയുന്നവരെ ഓർക്കുന്നു. പട്ടിണിയിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവരെ ഓർക്കുന്നു. അവിടുത്തെ കൃപ അവരുടെ മേൽ ചൊരിയണമേ, സകല നന്മയിലും അവിടുന്ന് നിറയ്ക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ, മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. ഭദ്രാസന നേതൃത്വ അഭിനന്ദ തിരുമേനിയെയും ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരെയും അവിടുത്തെ തൃക്കരങ്ങളിൽ തരുന്നു. സകലത നന്മയ്ക്കും അനുഗ്രഹത്തിനും കൃപയ്ക്കുമായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. വാങ്ങിപ്പോരെ അബ്രഹാമ്യ ഫലം വസിപ്പിക്കണമേ, രണ്ടാമത്തെവരെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണം. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ യുവാനോസ് തിരുമേനിക്കും വന്യ വൈദിക ശ്രേഷ്ഠർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൊച്ചമ്മമാർക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് ഇന്ന് ധ്യാനപ്രസംഗം നടത്താനിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മേരി മാത്യു ടീച്ചറിനും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തെ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രാർത്ഥന നയിക്കുന്നത് ഡാലസ് റീജിയൻ ആകുന്നു. ആ റീജിയനിലുള്ള എല്ലാ ദൈവാലയങ്ങളെയും സമർപ്പിക്കുന്നു. സെയിൻറ്റ് മേരീസ് വലിയ പള്ളി ഫാമേഴ്സ് ബ്രാഞ്ചാണ് നടത്തുന്നത്. ബഹുമാനപ്പെട്ട റീജിയൻ വൈസ് പ്രസിഡന്റ് തമ്പാൻ വർഗീസ് അച്ഛൻ, സാലിഫച്ചമ്മ, അതുപോലെ ചെറിയാൻ കുന്നേൽ കോർപ്പിസ്കോപ്പ അച്ഛൻ, ബിനു മാത്യൂസ് അച്ഛൻ, ജോൺ കുന്നത്ത് ശേരൽ അച്ഛൻ, ബഹുമാനപ്പെട്ട മെർബിൻ ജോസ് അച്ഛനും അവിടുത്തെ ജോസി കൊച്ചമ്മ, ഒരു കൊച്ചു കുഞ്ഞ് ആദി വർഗീസ് കൊച്ചു കുഞ്ഞിനെയും സമർപ്പിക്കുന്നു, പ്രത്യേകമായി സമർപ്പിക്കുന്നു. ജോഷുവ ജോർജ് അച്ഛൻ, ചാക്കോ ഐസക് അച്ഛൻ, ജോയൽ മാത്യു അച്ഛൻ, ബർത്ത്ഡേ ആയിരുന്ന ബഹുമാനപ്പെട്ട രാജു ദാനിയൽ കോർപ്പിസ്കോപ്പ അച്ഛൻ, എല്ലാ കൊച്ചമ്മമാര്, മർത്തമറിയം സമാജം ഭാരവാഹികള്, എല്ലാ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദേവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പാട്ട് പാടാനായിട്ട് പ്രിയപ്പെട്ട മേഴ്സി വർക്കെ പ്രത്യേകമായി ക്ഷണിച്ചു. കേൾക്കാമല്ലോ? കേൾക്കാം. കന്യാമറിയമേ എന്നാലും സ്തുതിക്കുന്നേ, നീ തന്നതു കനിവിൻ നിറകുടം ഞങ്ങൾക്കായി. അമ്മേ വണങ്ങിടാം ആത്മീയ സ്തുതിയുമായി, ഭൂമി തലം മെഴുകുതിരിയുമായി നിന്നിതാ. നന്ദി ചൊല്ലിടാം ദൈവജനനിയേ, കന്യാമറിയമേ
എന്നാളും സ്തുതിക്കുന്നേ. നീ തന്നതു കനിവിൻ നിറകുടം ഞങ്ങൾക്കായി. വാത്സല്യത്തിടമ്പേ ജ്ഞാനത്തിൻ കരിമ്പേ, നീ തന്ന നിധിയോ ലോകത്തിൻ സുഗന്ധം. സൗമ്യയാം കന്യകേ തരുദയാമൃതം പാടിടാം ഞങ്ങളും അമ്മേ നിൻ സ്തോത്രവും. അമ്മേ വണങ്ങിടാം ആത്മീയ സ്തുതിയുമായി. ഭൂമിതലം മെഴുകുതിരിയുമായി നിന്നിതാ. നീതി തൻ പൊരുളേ സ്നേഹത്തിൻ കലലേ, നിൻ പ്രിയ സുതനായി പാടുമീ പ്രപഞ്ചം. സ്ലീഹരാൽ വാഴ്ത്തിടും നിതാന്ത പുണ്യമേ, ശാന്തരാം ഞങ്ങളെ ദിനം തലോടനെ. കന്യാമറിയമേ എന്നാളും സ്തുതിക്കുന്നേ. നീ തന്നതു കനിവിൻ നിറകുടം ഞങ്ങൾക്കായി. അമ്മേ വണങ്ങിടാം ആത്മീയ സ്തുതിയുമായി. ഭൂമിതലം മെഴുകുതിരിയുമായി നിന്നിതാ. നന്ദി ചൊല്ലിടാം ദൈവജനനിയേ, കന്യാമറിയമേ എന്നാളും സ്തുതിക്കുന്നേ. നീ തന്നതു കനിവിൻ നിറകുടം ഞങ്ങൾക്കായി. താങ്ക് യു. പ്രിയപ്പെട്ട മാസി വർക്കി കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മാതാവിനെ സംബന്ധിച്ച് പാട്ട് പാടുമ്പോൾ നമുക്കും അതോടൊപ്പം ചേർന്ന് പാടുവാൻ സഹായിച്ചുവല്ലോ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത്. പരിശുദ്ധ അമ്മ വീഞ്ഞിന്റെ കുറവ് കാനായിലെ കല്യാണത്തിന് മകനോട് പറഞ്ഞപ്പോൾ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണമേ എന്ന് നമ്മോട് പറഞ്ഞു. ഇന്നും നമ്മോട് അത് തന്നെ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പ്രിയപ്പെട്ട സാറാമ്മ തോമസ് വായിക്കുന്നതായിരിക്കും. എല്ലാവരും ഒരുപോലെ വേദപുസ്തകം തുറന്ന് വായിക്കണമേ. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഇരിക്കണമേ. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 23 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സസ് 23 to 43. കേൾക്കാമോ? കേൾക്കാം. ബാറയ്ക്കുമാർ പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട്. സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്ക് പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ
പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരോ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടത് ഒന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. പിന്നെ പിറ്റേന്നാൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിലവിളിച്ചു, ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ എനിക്ക് ഏകജാതനാകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ടു. അവൻ പൊടുന്നനവെ നിലവിളിക്കുന്നു. അത് അവനെ നുരപ്പിക്കുന്നു, പിടിപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ടു പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എങ്കിലും അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിങ്ങളെ സഹിക്കും? നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ടു പിടപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു. എല്ലാവരും ദൈവത്തിന്റെ മഹിമയിൽ വിസ്മയിച്ചു. ദൈവമേ, സ്തുതിനൊക്കെ യോഗ്യമാകുന്നു. ബാറയ്ക്കമാണ്. പ്രിയപ്പെട്ട സാറാമ തോമസിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൗമ പ്രാർത്ഥനയുടെയും അനുതാപ പ്രാർത്ഥനയുടെയും സമയമാകുന്നല്ലോ. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രാർത്ഥിക്കാം. ബാറക്കുമാർ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഒരുങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ ആരോട് കരുണയും രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിന്റെ വർദ്ധ പറയുമേ, തമ്പുരാന്റെ അമ്മയെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. പരിശുദ്ധ ദൈവമാതാവിന്റെ നോമ്പിന്റെ ഈ ദിവസങ്ങളിൽ നിത്യകന്യകയായ ദൈവമാതാവിന്റെ വാങ്ങിപ്പിന്റെയും സർഗാരോഹണത്തിന്റെയും ഓർമ്മ നിന്റെ ഇഷ്ടപ്രകാരം വെടിപ്പുള്ള നോമ്പോടും ആത്മശരീരങ്ങളെ വിശുദ്ധിയോടും കൂടി കഴിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ നോമ്പ് നമസ്കാരങ്ങളും കൈക്കൊള്ളപ്പെടുവാനും പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിപ്പാനും ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹ ഇരിക്കുന്നിടത്തുള്ള മേലായ കാര്യങ്ങളെ ചിന്തിപ്പാനും ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണമേ. സർവശക്തിയുള്ള ദൈവമേ, ഭൂമി സംബന്ധമായ കാര്യങ്ങളെയല്ല, മേലുള്ള സ്വർഗീയ കാര്യങ്ങളെ വിചാരിപ്പാനും മർദ്ദമറിയാവിന്റെ ഓർമ്മയിൽ മേലുള്ള സ്വർഗീയ സൈന്യങ്ങളോടുകൂടെ നിനക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. എല്ലാവരുടെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെട്ട് തക്കതായ പ്രതിഫലം കൊടുക്കുന്ന ഭയങ്കര നാളിൽ
ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും ഞങ്ങൾക്ക് കുറ്റത്തിനും ശിക്ഷാവിധിക്കുമായി തീരാതെ നിന്റെ കൃപകൾക്കും സഹായങ്ങൾക്കും പാപമോചനത്തിനും മാർഗമായി തീരണമേ. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇപ്പോൾ നടത്തിയ കൗമ പ്രാർത്ഥനയിൽ അനുതാപ പ്രാർത്ഥനയിൽ മലാകുമാര് പോലും വിറയ്ക്കുന്ന പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം വ്യക്തികളായില്ല, നമ്മുടെ കുടുംബമല്ല, ഇടവക മാത്രമല്ല, സഭ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഭരിക്കുന്നവർ, നാം വിട്ടുപോയ വന്ന രാജ്യം, നാം ഇരിക്കുന്ന രാജ്യം, എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുക. നാം ശുദ്ധിയില്ലാത്തവരാണ്, ബലഹീനരാണ് ഏറ്റുപറയും ദൈവത്തിൻ്റെ പരിശുദ്ധിയെ സമ്മതിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഏറ്റവും അനുഗ്രഹമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന തുടരാം. ഇപ്പോഴ് ഒരു പാട്ടാവുന്നു. പ്രിയപ്പെട്ട മേരി മാത്യു പാട്ട് പാടുന്നതായിരിക്കും. നിത്യവിശുദ്ധയാം കന്യമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടും കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടും കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടൈ എന്നെ കാണാതലിഞ്ഞിടും ആറ്റിൻ പട്ടങ്ങൾ ഞങ്ങൾ മെയ്യും ആറ്റിൻ പട്ടങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ദുഃഖിത ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗകവാടത്തിൻ മുൻപിൽ, ദുഃഖിത ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗകവാടത്തിൻ മുൻപിൽ, മുൾമൂടി ചൂടി കുരിശും ചുമന്നിട മുട്ടി വിളിക്കുന്നു ഞങ്ങൾ, എന്നും മുട്ടി വിളിക്കുന്നു ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. 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 താങ്ക് യു. പരിശുദ്ധാമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ നമുക്ക് അനുഗ്രഹമാകട്ടെ. പ്രിയപ്പെട്ട മേരി മാത്യു, വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാവ്, വാങ്ങിപ്പോയ എല്ലാ പ്രിയപ്പെട്ടവരുടെയും കൂടെ ദൈവാനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നതല്ലോ. ഏറ്റവും സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിയോഗത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുള്ള ഇന്നത്തെ നമ്മുടെ ധ്യാന പ്രസംഗം നടത്തുന്ന പ്രിയപ്പെട്ട ടീച്ചറുകൾ, അതുപോലെ നമ്മുടെ വചനം പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ സമയത്ത് നമ്മെ കൂടുതൽ ശുദ്ധീകരിക്കുന്നതിനും നമ്മെ സംരക്ഷിക്കുന്നതിനും ലോകമെമ്പാടുമുള്ള മക്കൾക്കത് ഒരു അനുഗ്രഹമാകുന്നതിനും പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട ബി ഇബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മേരി മാത്യു ടീച്ചറിനെ സ്വാഗതം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ
പെരുന്നാളിലേക്ക് നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ നോമ്പിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരിക്കൽ ഒരു സന്യാസിയോട് ചോദിച്ചു, ജീവിത വിജയത്തിന് എന്ത് ചെയ്യണം? ഒരു സാധാരണ ചോദ്യമാണ്, നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ജീവിത വിജയത്തിന് എന്ത് ചെയ്യണം? ഇന്നിപ്പോ നമുക്ക് ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ്സസും ഒത്തിരി കൗൺസിലിങ്ങും ഒക്കെ കിട്ടുന്ന കാലമാണ്. അതിനൊന്നും ഒരു കുറവുമില്ല. പഴയ കാലം പോലെയല്ല, ആധ്യാത്മികത ഒരുപാട് കിട്ടുന്ന കാലമായത്. പ്രസംഗത്തിന് പഞ്ഞമില്ല. യൂട്യൂബ് ഓൺ ചെയ്താൽ നമുക്ക് ഒരുപാട് പ്രസംഗങ്ങൾ കിട്ടും, മോട്ടിവേഷൻ ക്ലാസ്സസ് കിട്ടും, പുസ്തകങ്ങൾ കിട്ടും. പക്ഷേ പഴയ കാലത്തേക്കാൾ ഏറ്റവും അധികം മനുഷ്യൻ കഷ്ടത അനുഭവിക്കുന്നതും സ്ട്രഗിൾ ചെയ്യുന്നതുമായ ഒരു ലോകമായിരുന്നു. ഇത്രയും നമുക്ക് റിസോഴ്സസ് ഉണ്ടായിട്ട് റിസോഴ്സസ് കൂടുന്തോറും മനുഷ്യന്റെ സ്ട്രഗിൾസും കൂടി വരിക. അപ്പൊ സന്യാസിയോട് ഈ മനുഷ്യൻ ചോദിച്ചു, ജീവിത വിജയത്തിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ സന്യാസി ഈ മനുഷ്യനെ കൈ പിടിച്ചുകൊണ്ട് ഒരു നദിയുടെ കരയിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ജീവിത വിജയത്തിനുള്ള ഒരു മന്ത്രം ഈ നദിക്കകത്തുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ ഈ മനുഷ്യനോട് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പെട്ടെന്ന് നദിയിലേക്ക് ഇറങ്ങി, കഴുത്തോളം മുങ്ങി. കഴുത്തോളം മുങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും സന്യാസിയോട് ചോദിച്ചു, ഞാൻ കഴുത്തോളം മുങ്ങി, ഇത്രയും തപ്പി, ഒന്നും കിട്ടിയില്ല. അപ്പൊ സന്യാസി അടുത്ത് ചെന്നിട്ട് ഇയാളുടെ കഴുത്ത് പിടിച്ച് തല പിടിച്ച് പതുക്കെ വെള്ളത്തിലോട്ട് താക്കാൻ തുടങ്ങി. അപ്പൊ ഇയാൾ രക്ഷപ്പെടാനായിട്ട് കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്തു. അപ്പൊ വീണ്ടും സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടോണ്ട് സന്യാസി വീണ്ടും തല പിടിച്ച് വീണ്ടും ആഴത്തിലേക്ക് മുക്കി. അപ്പൊ കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് പെട്ടെന്ന് സന്യാസിയെ തള്ളി മാറ്റി അയാൾ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് സന്യാസിയോട് ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചു, ഇതിനുവേണ്ടിയാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ജീവിത വിജയത്തിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ എന്നെ മുക്കിക്കൊല്ലാൻ നോക്കുന്നോ? സന്യാസി പറഞ്ഞു, 2 കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചോ. ഒന്ന്, നീ വെള്ളത്തിലേക്ക് ഇറങ്ങി ആദ്യം ഞാൻ തല ഒന്ന് വെറുതെ താത്തപ്പോ നീ കുറച്ചു മാത്രമേ സ്ട്രഗിൾ ചെയ്തുള്ളൂ. എന്നാൽ ഞാൻ വീണ്ടും തല പിടിച്ചു താത്തപ്പോ നീ കുറെ കൂടി സ്ട്രഗിൾ ചെയ്തിട്ട് എന്നിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നീ ശ്രമിച്ചു. ജീവിത വിജയത്തിന് ഇതിനേക്കാൾ വലിയ മന്ത്രം വേറെയില്ല. എന്ന് പറഞ്ഞാൽ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ചെറിയ ചെറിയ മാർഗങ്ങൾ അന്വേഷിക്കും. വലിയ ജീവിത പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ മാർഗങ്ങൾ അന്വേഷിക്കും. ജീവിത വിജയത്തിന് ഇത് മാത്രമേ നമുക്ക് കാമ്യമായിട്ടുള്ളൂ. നമ്മളൊക്കെ ദൈവമാതാവിനോട് അപേക്ഷിക്കുന്നവരാണ്. പക്ഷെ എത്ര ആളുകൾ ദൈവമാതാവിന്റെ ജീവിതത്തിലെ സ്ട്രഗിളിനോട്, പ്രയാസങ്ങളോട് ഏകീഭവിച്ചിട്ടുണ്ട്? മാതാവിന്റെ നന്മ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന നന്മകൾ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറത്ത് ദൈവമാതാവ് അനുഭവിച്ച നിന്ദയും പരിഹാസവും ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും, അതിനെക്കുറിച്ച് സംസാരിക്കാനോ അതിനെക്കുറിച്ചൊന്ന് ഏകീഭവിക്കാനോ നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് നന്മ മാത്രം മതി. ദൈവത്തിൽ നിന്ന്, പരിശുദ്ധന്മാരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മ കിട്ടുന്നു അത് മാത്രമേ നമ്മൾ ചേർത്ത് വെക്കാറുള്ളൂ. സങ്കടങ്ങളെ ഒരിക്കലും നമ്മൾ ചേർത്ത് വെക്കാറില്ല. പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ചേർത്ത് വെക്കാറില്ല. അത് ചേർത്ത് വെക്കുമ്പോഴാണ് ജീവിത വിജയത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഈ പെരുന്നാളിൽ നമ്മൾ മാതാവിനോട് ഏകീഭവിക്കുമ്പോൾ, അവരോട് ഏകീഭവിക്കാനാണ് പെരുന്നാളുകൾ നടത്തുന്നത്. ഇതേ പരിശുദ്ധനോടോ ശുദ്ധമതിയോടോ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ദാറ്റ്സ് വാട്ട് വി വാണ്ട് ടു ഡു. That's what we want to know, how they survived in their life, how they became saints. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ ഇവർ പരിശുദ്ധരായി? അതുകൊണ്ടാ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യേണ്ടതിന് പ്രാർത്ഥിച്ചു, മഴ പെയ്തു. മഴ നിർത്തേണ്ടതിന് പ്രാർത്ഥിച്ചു, മഴ നിന്നു. നമുക്ക് സമസ്വഭാവമുള്ള ചില മനുഷ്യർക്ക് കിട്ടിയ പരിശുദ്ധിയുടെ അനുഭവം നമ്മളിലേക്ക് വരാത്തത് എന്ത് എന്ന് ചിന്തിക്കണം. ആ പരിശുദ്ധിയുടെ അനുഭവം നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. പക്ഷേ
Why don't that work out in us? That's a question. അതുകൊണ്ട് ഈ പെരുന്നാൾ നമുക്ക് അതിന് അനുഗ്രഹവും കൃപയുമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട പ്രൊഫസർ മേരി മാത്യു. എല്ലാവർക്കും ഒരുപക്ഷെ അറിയാം, നമ്മുടെ അഖില മലങ്കര മാർത്ത മറിയം സമാജത്തിന്റെ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നു. She is a retired vice principal and head of the department of Malayalam from Basilius College, Kottayam. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് she is in US. മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ തക്കവണ്ണം ഇവിടെ വന്നിരിക്കുന്നു, നമ്മളോടൊപ്പമായിരിക്കുന്നു. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കുഴിമറ്റം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക അംഗമാണ്. മാർത്ത മറിയം സമാജത്തിന്റെ വിവിധ മേഖലകളിൽ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചു. ഇന്ന് അതിന് ജനറൽ സെക്രട്ടറി നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് നമ്മളോടൊപ്പം ദൈവവചനം നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രിയപ്പെട്ട മേരി ടീച്ചറിനെ വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസസിന്റെ ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. താങ്ക് യു അച്ഛൻ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന നമ്മൾക്ക് ഒരുമിച്ച് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ സഭയുടെ 32 ഭദ്രാസനങ്ങളിലായി സ്ത്രീകളുടെ ഇടയിൽ സ്ത്രൈണ കൂട്ടായ്മയായി ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനടുത്ത് പ്രവർത്തിച്ചു വരുന്ന മാർത്ത മറിയം സമാജത്തിന്റെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയോസിസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രത്യേകിച്ച് കടപ്പെട്ടിരിക്കുന്നു. അഭിവന്ദ്യ തിരുമേനിയോടും വന്യരായ എല്ലാ വൈദികരോടും അതോടൊപ്പം മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച സമാജത്തിന്റെ ഭാരവാഹികൾ, ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ, ഇപ്പോൾ ആയിരിക്കുന്ന സമാജാംഗങ്ങൾ, ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടവർ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുവാൻ ഈ അവസരം പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നു. നാം ശൂനോയോ പെരുന്നാളിനോടടുത്തടുത്ത് വരികയാണ്. പരിശുദ്ധിയായ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ. ബഹുമാനപ്പെട്ട എബി അച്ഛൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ നന്മകൾ സ്വീകരിക്കുവാൻ നമുക്കെല്ലാം എളുപ്പമാണ്. എന്നാൽ ത്യാഗത്തോടുകൂടി ദൈവം ഏൽപ്പിക്കുന്ന കുരിശുകൾ വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ഏറ്റെടുക്കുവാനാണ് നമുക്കെല്ലാവർക്കും പ്രയാസം. ഈ നോമ്പ് നമ്മളോട് പറയുന്നത് പരിശുദ്ധയായ അമ്മയോട് സാധർമ്മ്യപ്പെടുക, അമ്മയോട് ചേർന്ന് വരിക എന്നുള്ളതാണ്. മാർത്ത മറിയം സമാജാംഗങ്ങൾ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിക്കുക എന്ന മോട്ടോയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഏതൊരു ആളിന്റെ നാമധേയത്തിലാണോ ആ പ്രസ്ഥാനം, ആ പരിശുദ്ധ അമ്മയുടെ സ്വഭാവ സവിശേഷതകൾ ആ അംഗങ്ങൾക്ക് പ്രവൃദ്ധമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ സമീപത്തേക്ക് കടന്നു ചെല്ലാം. അമ്മയുടെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നുള്ളത് ഈ ദിനങ്ങളിലൂടെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഒരു വലിയ നോമ്പനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. നോമ്പ് നമുക്ക് ഏകേണ്ടത് പലതുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് റിയലൈസേഷൻ ആൻഡ് റെക്കൺസിലിയേഷൻ. ഇതുണ്ടാവാത്തിടത്തോളം നാം കുറച്ച് ഭക്ഷണം വർജിക്കുന്നത് കൊണ്ടോ കുറച്ച് പ്രാർത്ഥനകൾ ചൊല്ലിത്തീർക്കുന്നത് കൊണ്ടോ മാത്രം നമ്മുടെ ജീവിതത്തിൽ വലിയ പരിണാമങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ഒന്ന്, ദൈവം ഇതുവരെ നമ്മെ നടത്തിയ വഴികൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകൾ ഓർത്ത് ദൈവത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് കുറെ കൂടി നല്ല മനുഷ്യരായി, നന്മയുള്ള മനുഷ്യരായി തീരുക. ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള നല്ല അവസരമാണ് ഇത്. രണ്ടാമതായിട്ട് നമുക്കുണ്ടാകേണ്ടത് ഒരു പരിപൂർണമായ സബ്മിഷനാണ്.
ദൈവത്തിൽ പരിപൂർണമായി നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുക. അതാണ് പരിശുദ്ധയായ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സബ്മിഷൻ ഉണ്ടാകുമ്പോഴാണ് റിന്യൂവൽ ആൻഡ് റിഫർമേഷൻ, ട്രാൻസ്ഫർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ കുറിച്ച് എത്രമേൽ സംസാരിച്ചാലും തീരാത്തതാണ്. നമുക്ക് പ്രധാനമായിട്ട് 3-4 കാര്യങ്ങൾ ദൈവനാമത്തിൽ ആലോചിക്കാം. ഒന്ന്, ദൈവവും ദൈവാലയവും ഭവനവും ദൈവമേകിയ എല്ലാ പ്രതിസന്ധികളും എല്ലാ നന്മകളും ഒന്നുപോലെ സ്വീകരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു കർത്താവിന്റെ അമ്മയുടേത്. ദേവാലയവും ദൈവവും ഏകത്ര മനസ്സിൽ സമ്മേളിച്ചിരുന്നത് കൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ പുത്രനെ വഹിക്കുവാനും പുത്രനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിനും പരിശുദ്ധയായ അമ്മയ്ക്ക് സാധിച്ചു. അപ്പോൾ പിതാവാം ദൈവത്തോടുള്ള പരിപൂർണമായ സബ്മിഷനും പരിപൂർണമായ ഒബീഡിയൻസ്, അനുസരണവും പരിപൂർണമായ സമർപ്പണവുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സ്വഭാവ സവിശേഷത. ഈ ഒരു സബ്മിഷനും ഈ ഒരു അനുസരണ സ്വഭാവവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതവും കുറെ കൂടി ദൈവീകരണത്തിലേക്ക് കടന്നു ചെല്ലും എന്നുള്ളതിന് സംശയമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവളിൽ നിന്നും ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. നമുക്ക് നമ്മളോട് തന്നെ നോമ്പ് കാലത്തൊന്ന് ചോദിക്കാം, what do we generate for the betterment of the society? നമ്മെ ആക്കിയിരിക്കുന്ന ഭവനത്തിൽ, നമ്മെ ആക്കിയിരിക്കുന്ന വർക്ക് പ്ലേസിൽ, നമ്മെ ആക്കിയിരിക്കുന്ന സഭയിൽ, നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ വാക്കുകളായി, പ്രവർത്തികളായി, നമ്മുടെ ജീവിതത്തിലെ പെരുമാറ്റ ശൈലികളായി, നമ്മൾ സാമാന്യ മര്യാദയായി നമ്മൾ എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ളവരാണ്? ഇങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുവാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം, ദൈവാലയം, ഭവനം ആക്കിയിരിക്കുന്ന ഏത് ഇടങ്ങളെയും ദൈവ കൃപയിൽ തന്നെ സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു കർത്താവിന്റെ അമ്മയുടേത്. രണ്ടാമതായിട്ട് ഒരു പുതിയ മാനവികതയുടെ വക്താവായിട്ട് തീർന്ന വ്യക്തിത്വം, അതാണ് കർത്താവിന്റെ അമ്മയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു സമൂഹത്തിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടി മിസ്സസ് മേഴ്സി വർക്കി പാട്ട് പാടിയപ്പോൾ പാടിയല്ലോ, നീതി തൻ പൊരുളെ എന്ന ഒരു വരി. അപ്പൊ അവിടെ നീതിയുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പാട്ട് പാടിയ ഒരു അമ്മയായിരുന്നു കർത്താവിന്റെ അമ്മ. റീബിൽഡിംഗ് ഓഫ് ദ സൊസൈറ്റി, റിന്യൂവൽ ഓഫ് ദ സൊസൈറ്റി. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ ഇത്രമാത്രം ഒരു വിപ്ലവാത്മകമായ മാറ്റത്തിന് വേണ്ടി പാടിയ ഒരു സ്ത്രീരത്നം മറ്റാരുണ്ട് എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു സാമൂഹിക പരിവർത്തനം അവിടെ കാണാം, സാമ്പത്തിക പരിവർത്തനം കാണാം, അതുപോലെ തന്നെ രാഷ്ട്രീയമായ പരിവർത്തനം കാണാം, സ്പിരിച്വലായ പരിവർത്തനം കാണാം. എല്ലാ തരത്തിലുള്ളതായ അതിശക്തമായ ഒരു മാറ്റത്തിന്റെ ശബ്ദമാണ് നമ്മൾ ആ പാട്ടിലൂടെ പാടി കേൾക്കുന്നത്. അപ്പോൾ ഒരു പുതിയ മാനവികതയ്ക്ക് വേണ്ടി, ഒരു പുതിയ സമൂഹത്തിന് വേണ്ടി, നവസൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുക. മർത്തമറിയം സമാജാംഗങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യമാണിത്. ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ പുതിയ ഒരു മാറ്റത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തിന്റെ വക്താക്കളാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഏത് പ്രതിസന്ധികളെയും സമചിത്തതയോടെ നേരിട്ട വ്യക്തിത്വമായിരുന്നു കർത്താവിന്റെ അമ്മ. അപരന്റെ കണ്ണുനീരൊപ്പുക എന്നുള്ളതാണ് സ്ത്രൈണഭാവം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇപ്പൊ ധാരാളം അക്കാഡമിക് എക്സലൻസ് ഉള്ളവരാണ്, നല്ല ജോലികൾ ചെയ്തിട്ടുള്ളവരും ചെയ്യുന്നവരുമാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ കരുണയും ആർദ്രതയും എത്രത്തോളം ഉണ്ട് എന്ന് കർത്താവിന്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ കൂടുതൽ റീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മുൻപേ പാടിയപ്പോൾ അതിനകത്തൊരു വരി പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി, സ്നേഹത്തിൻ കനലെ. ആ വരി ഒരു ചാട്ടുളി പോലെ നമ്മുടെ മനസ്സിൽ നിൽക്കണം. സ്നേഹത്തിന്റെ കനലായിരുന്നു അമ്മ. അതുകൊണ്ടാണ് ബന്ധപ്പെട്ട് യഹൂദ മലനാട്ടിൽ ചെന്ന് തൻ്റെ
ഇളയമ്മയായ എലിസബയെ ശുശ്രൂഷിക്കുവാനായിട്ട് പോയത്. എത്ര പേരെ ശുശ്രൂഷിക്കുവാൻ, ആരും അറിയാതെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് മനസ്സുണ്ട് എന്നുള്ളത് നമ്മൾ ഈ നോമ്പ് കാലത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, കാനാവിലെ കല്യാണ നാളിൽ നമ്മൾ ചെല്ലുമ്പോഴും ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എത്ര ശാന്തമായി, എത്ര മിതമായി, എത്ര കുറച്ച് സംസാരിച്ചുകൊണ്ട് ആ പ്രസൻസ് തന്നെ എത്ര എളിമയോടെയാണ് മാതാവ് പകർന്നു നൽകിയത്. ആ മീക്ക്നെസ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവിടെ കാനാവിലെ കല്യാണ നാളിൽ തൻ്റെ മകനെ മനസ്സിലാക്കിയ അമ്മ, അതൊരു വലിയ പാഠമാണ് നമുക്ക് അമ്മമാർക്ക് തരുന്നത്. നമ്മുടെ മക്കളെ ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? മകനെ മനസ്സിലാക്കിയ അമ്മ, സാഹചര്യങ്ങളെ മനസ്സിലാക്കിയ അമ്മ, ചെന്ന ഇടത്തെ കുറവ് മനസ്സിലാക്കിയ അമ്മ, അത് മാറ്റിയെടുക്കുവാനായിട്ട് അവിടെ നിന്ന ആളുകളെ കൂടി അതിനകത്ത് സഹകരിപ്പിച്ച് ഒരു റൈറ്റ് കോർഡിനേഷൻ നടത്തി ആ അമ്മ അവിടെ അസംതൃപ്തമായ സങ്കടമുള്ള ഒരു ഭവനത്തിൽ തൃപ്തിയും വലിയ ആഹ്ലാദവും പകരുന്നതിന് മുഖാന്തരമായി തീർന്നു. മുഖാന്തരങ്ങളാകുക, ഇതാണ് അമ്മ പഠിപ്പിക്കുന്ന വലിയ ഒരു പാഠം. ആ സ്റ്റേജിൽ അമ്മയില്ല, അവിടെ നിന്ന് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കുമോ? കർത്താവിന്റെ തിരക്ക് കണ്ട്, മകന്റെ തിരക്ക് കണ്ട് മാറി നിന്ന ഒരമ്മയും വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് മാറി നിൽക്കുവാനുള്ള സന്മനസ്സും മർത്തമറിയ സമാജാംഗങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അതും കർത്താവിന്റെ അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്, കുരിശിന്റെ ചുവട്ടിൽ ഇത്രമേൽ വേദന നിറഞ്ഞ, ഇത്രമേൽ സങ്കടകരമായ, ഇത്രമേൽ നൊമ്പരപ്പെടുത്തുന്ന ഒരനുഭവം ഏതമ്മയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതാണ് അമ്മ. സങ്കടങ്ങളുടെ ഒരു വലിയ വലയമാണ് അമ്മ. അത് കർത്താവിന്റെ അമ്മയെ പോലെ സ്വീകരിച്ച ഒരു സ്ത്രീരത്നം മറ്റാരും ഇല്ലായിരുന്നു. ഇത് ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? വിനയമുണ്ടാകുന്നത്. ഏത് സ്ഥലത്തും ഏത് സ്ഥാനത്തും ഏത് അവസ്ഥയിലുമായിരുന്നാലും അത് ദൈവം തന്നതാണെന്നുള്ള വിശ്വാസവും അവിടെ വിശ്വസ്തതയും ഉണ്ടാകുന്നത് ഈ അമ്മ സാന്നിധ്യത്തിലാണ്. ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെയും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നൊമ്പരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച അമ്മ. അത് എവിടെ നിന്ന് തുടങ്ങിയതാണ്? ഗബ്രിയേൽ മാലാഖ വന്നത് മുതൽ മുൻപോട്ടുള്ള എല്ലാ പ്രയാണങ്ങളിലും, പ്രസവ സമയത്തും ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിലും, പിന്നീട് ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോഴും, പിന്നീടുള്ളതായ ജീവിതത്തിന്റെ ഓരോ വഴിയിലും, അവസാനം കുരിശിൻ ചുവട്ടിലും ആ അനുഭവത്തെ നേരിട്ടവളായിരുന്നു കർത്താവിന്റെ അമ്മ. ഇതാണ് ദൈവത്തിന്റെ അമ്മയുടെ ഒരു വലിയ പ്രത്യേകത. കാരണം ദൈവം ഏൽപ്പിക്കുന്നതെല്ലാം വിശ്വസ്തയോടെ, എല്ലാം സൗമ്യതയോടെ ഏറ്റെടുക്കുക. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കർത്താവിൽ നമ്മൾ ആ മീക്ക്നെസ് ആൻഡ് ജെന്റിൽനെസ് എപ്പോഴും നമ്മൾ കാണുന്നതെന്ന് ചിലപ്പോഴങ്ങ് തോന്നിപ്പോകുന്നു. അത്രമേൽ ശക്തിയായ ഒരമ്മയെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ വാക്ക്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ചെറിയ വസ്തുവാണ് അരിപ്പ. നമ്മൾ ഒത്തിരി സംസാരിക്കുന്നവരാണ് സ്ത്രീകൾ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, നമ്മൾ സത്യത്തിന്റെ അരിപ്പയിൽ അരിച്ചിട്ടാണോ സംസാരിക്കുന്നത്? സ്നേഹത്തിന്റെ അരിപ്പയിൽ അരിച്ചിട്ടാണോ സംസാരിക്കുന്നത്? നന്മയുടെ അരിപ്പയിൽ നന്നായിട്ടൊന്ന് അരിച്ചിട്ടാണോ സംസാരിക്കുന്നത്? ആവശ്യം, ഇസ് ഇറ്റ് നെസസറി? ഇത് പറയേണ്ട ആവശ്യം ഇവിടെ ഉണ്ടോ എന്ന അരിപ്പയിൽ ഒന്ന് അരിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മറ്റാർക്കും നമ്മുടെ നാവിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. മിതമായി മനനം ചെയ്ത് സംസാരിച്ച അമ്മയെ പോലെ, കുരിശിന്റെ ചുവട്ടിൽ പോലും വാക്കുകൾ ഒന്നുമേ പറയാതെ ആ ഉറ്റുനോക്കിക്കൊണ്ട് നിന്ന അമ്മയെ പോലെ ആയി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, അവിടെയാണ് അമ്മയോട് ഏകീഭവിക്കുവാനായിട്ട് ആ ഫീലിംഗ് ഓഫ് വൺനെസ് നമുക്ക് ഉണ്ടാകുന്നത്. ആ ഒരു ഏകീഭാവം ഉണ്ടാകുന്നതിന് ഈ നോമ്പുകാലം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അഞ്ചാമതായിട്ട്, പിന്നീടും മാറി വന്ന സാഹചര്യത്തോടും ആ അമ്മ വളരെ പോസിറ്റീവായിട്ട് ചേർന്ന് നിന്നു. യോഹന്നാൻ സ്ലീഹായെ ഏൽപ്പിച്ചതിന് ശേഷം ഏക മനസ്സോടുകൂടി ശിഷ്യഗണത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന അമ്മയുടെ ആ ഒരു ജീവിതവും പിന്നീടുള്ള വാങ്ങിപ്പും
എല്ലാം നാം അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വലിയ ചേഞ്ചിനെ കുറിച്ച്, ഒരു ചേഞ്ച് ഈ 15 ദിവസം കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വർക്ക് പ്ലേസിലും എല്ലാം ഉണ്ടാകുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആവശ്യമായത് ഇത്രയുമേ ഉള്ളൂ. എന്താണ് വേണ്ടത്? ഹാവ് എ കമ്മിറ്റഡ് മൈൻഡ്. പരിപൂർണമായി എൻ്റെ കർത്താവ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ. ഞാനല്ല, എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നത് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നെഗറ്റീവായിട്ട് കാണുന്നത് കൊണ്ടും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടുമാണ് പലപ്പോഴും നമുക്ക് കൂടുതൽ ടെൻഷൻ ആൻഡ് സ്ട്രെസ് ഉണ്ടാകുന്നത്. മൂന്നാമത് നമുക്ക് വേണ്ടത് ഹാവ് എ കൺട്രോൾഡ് ടങ്. നമ്മുടെ നാവിൽ ഒരു നിയന്ത്രണം, ആത്മനിയന്ത്രണം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. നാലാമതായിട്ട് വേണ്ടത് ഹാവ് എ കമ്പാഷനേറ്റ് മൈൻഡ്. ദൈവം തന്നതിൽ നിന്ന് നല്ല വാക്കുകളായി, നമ്മുടെ സമയത്തിന്റെ പരിച്ഛേദമായി, പണത്തിൻ്റെതായി, അറിവിൻ്റെതായി മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ആകുമ്പോൾ വി വിൽ ഗെറ്റ് എ കോൺസെക്രേറ്റഡ് ലൈഫ്. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാകും. അതിനായി യഹോവയുടെ സന്നിധിയിൽ താഴുവാൻ, യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുവാൻ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുവിൻ. യഹോവയുടെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഏത് പങ്കപ്പാടിലും ഏത് പ്രയാസത്തിലും കർത്താവിൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി നന്മകളെ ശാന്തതയോടുകൂടെ സ്വീകരിക്കുവാനും പ്രയാസങ്ങളെ ദൈവസാന്നിധ്യത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലും അഭിമുഖീകരിക്കുവാനും വലിയ കൃപ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു വലിയ മാറ്റത്തിൻ്റെ, ഒരു മനസ്സ് പുതുക്കത്തിൻ്റെ, ഒരു വലിയ കൃപയുടെ ഗ്രേസ് അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പ് മൂലം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തോടുള്ള എല്ലാ നന്ദിയും മർത്തമറിയ സമാജത്തിന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമുക്കുണ്ടാകേണ്ട പ്രത്യേകതകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രിയപ്പെട്ട ടീച്ചർ നമ്മളോട് ചെയ്തത്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമുള്ള കാര്യങ്ങളുമാണ്. നമ്മുടെ ഒരു പ്രസംഗവും ആർക്കും അറിയാൻ വയ്യാത്തതല്ല. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ how can we implement in our daily life? How can we make it happen? അതാണ് പ്രശ്നം. ഇതൊക്കെ നൈമിഷികമായി കേട്ടുപോകുന്ന ഒന്നായി മാറുന്ന ഒന്നാണോ? പരിശുദ്ധ ദേവമാതാവിന്റെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും how did she make her life positive to everybody? അത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കുകയും, നമ്മളാ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പ്രയാസമുള്ള കാര്യം. നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക, ഇറ്റ്സ് ലൈക്ക് sowing a seed in a well maintained land. അതാണ് കമ്മ്യൂണിക്കേഷൻ. Really the communication happens only 20%. The 80% of the communication is preparing others' mind. അതാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Without preparing the land, no farmer sows a seed. If the seed is sowed in unprepared soil, it does not sprout. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ, എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും മറ്റുള്ളവർക്ക്
സംവേദിക്കപ്പെടാനുള്ളതാണ്. അതൊരു സംവേദനമായ സ്വഭാവം അതിൽ ഉണ്ടാവേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്കറിയാം, മേരി ടീച്ചർക്ക് മലയാളം പഠിപ്പിക്കുമ്പോൾ മലയാളത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയാണ് ഭാഷ സംവേദിപ്പിക്കപ്പെടുന്നത്. ഒരു ഭാഷ എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ എല്ലാ വശങ്ങളും നമുക്കറിയാം. ഞങ്ങൾ പലപ്പോഴും പ്രസംഗിക്കാൻ പോകുമ്പോൾ പറയും, കോട്ടയത്ത് പ്രസംഗിക്കുന്ന പ്രസംഗമല്ല തണ്ണിത്തോട്ടിൽ പ്രസംഗിക്കേണ്ടതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആളുകളെ അറിഞ്ഞു വേണം നമ്മൾ സംസാരിക്കാനും പറയാനും എന്ന് പറയും. ഓരോ ഇടങ്ങളും അറിഞ്ഞു വേണം നമ്മൾ പറയാൻ. അപ്പം അത് പ്രിയപ്പെട്ട ടീച്ചർ വളരെ വ്യക്തമായി നമ്മളെ മനസ്സിലാക്കി തന്നു. മാതാവിൻ്റെ ജീവിതത്തിലൂടെ എങ്ങനെ കയറി ഇറങ്ങി പോകേണ്ട ചില കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അത് ഭംഗിയായി അത് പറയാനും അത് അവതരിപ്പിക്കാനും പ്രിയപ്പെട്ട ടീച്ചർക്ക് കഴിഞ്ഞു. ടീച്ചറിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷം നൽകുന്നു. പറഞ്ഞ വാക്കുകളെ ദൈവം നമ്പുരാൻ അത് ഫലവത്താക്കി തീർക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒരുക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി ഈ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിസിന്റെ പേരിൽ പ്രിയപ്പെട്ട ടീച്ചർക്ക് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം കൂടുതലായി ഈ പ്രസ്ഥാനത്തെ നയിക്കുവാൻ കരുത്തും ആരോഗ്യവും ബലവും എല്ലാം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മേരി മാത്യു ടീച്ചറിൻ്റെ വാക്കുകൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നമുക്ക് കേൾക്കുവാൻ സാധിച്ചുവല്ലോ. ടീച്ചറിനോടുള്ള നന്ദിയും ടീച്ചറിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അർപ്പിക്കുന്നു. ധാരാളം പ്രസംഗങ്ങൾ നമുക്ക് ദൈവകൃപയാൽ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അനേകം സ്റ്റേജുകളിൽ ദൈവം ടീച്ചറിനെ പ്രവർത്തനങ്ങളിൽ കൂടിയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും നന്ദി പറയുകയും പ്രാർത്ഥനയിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ, ടങ്, കമ്പാഷനേറ്റ് ആയിരിക്കണമെന്ന് ഈ മാതാവിൻ്റെ നോമ്പിൻ്റെ സമയത്ത് നമ്മുടെയൊക്കെയും എത്ര വയസ്സ് നാം പിന്നിട്ടോ അത്രയും പ്രാവശ്യം ഈ രൂപത്തിൽ ജീവിച്ചു വരുവാൻ നാം ആഗ്രഹിച്ചെങ്കിലും പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് നമ്മൾ വീണു പോയിട്ടുണ്ട്. എങ്കിലും ഇതിൽ നിന്ന് ഒരു നല്ല ഊർജം കൈക്കൊണ്ടുകൊണ്ട് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ടീച്ചറിനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനും ബഹുമാനപ്പെട്ട ടീച്ചറും പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ നല്ല നിലത്ത് വീണ വിത്തായിട്ട് ഈ പ്രാവശ്യം നാം കേൾക്കുമ്പോൾ മാത്രമല്ല മുന്നോട്ടുള്ള ജീവിതത്തിലും ഞങ്ങൾക്ക് അത് ഏറ്റവും ഫലപ്രദമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. മറ്റുള്ളവരോട് ദയയുണ്ടാകുവാനും വാക്കുകളെ നിയന്ത്രിക്കുവാനും നന്നായി സംസാരിക്കുവാനും ദൈവം തന്നതല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. പ്രത്യേകിച്ച് ലോകമെമ്പാടും പല വിധത്തിലുള്ള വൈഷമ്യങ്ങളിലിരിക്കും. നല്ല നന്ദി പറയത്തക്കോണം ധാരാളം ജീവിതത്തിൽ കാര്യങ്ങളുള്ളതുപോലെ തന്നെ പ്രതിസന്ധികളും അതുപോലെ വരുമ്പോൾ ദൈവകൃപയിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപ മാതാവിൻ്റെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 110, 117, 120 പേരുകൾ ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരേ ആത്മാവിൽ തലകൾ വണക്കിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ വന്നതുപോലെ തന്നെ ബ്രഹ്മണ്യ തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കൊച്ചന്മാരെ, പ്രിയപ്പെട്ട ടീച്ചർ എല്ലാവരുടെയും നേതൃത്വത്തിൽ ബലഹീനരും ഭാവികളും ആണെങ്കിലും അടിയങ്ങൾ ഒരുപോലെ തലകൾ വണക്കിയിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധ ഭാവാതിരുമേനിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭാവാതിരുമേനിക്ക് ഈ സഭയെ നയിച്ചുകൊണ്ട് പോകാനുള്ള പരിശുദ്ധാത്മകൃപ നൽകണമേ. എല്ലാ സഭാ നേതാക്കളും അനുഗ്രഹിക്കണമേ. വാങ്ങിപ്പോയിട്ടുള്ളതായ പരിശുദ്ധ ഭാവാതിരുമേനിമാരെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ മധ്യസ്ഥം യാചിക്കുന്നു. അതുപോലെ തന്നെ അഭിമന്യ യുവാനിയോസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. ഡയസിസിനെ നയിച്ചുകൊണ്ട് പോകാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബിഷപ്പുമാരെയും ഞങ്ങൾ അതുപോലെ തന്നെ സമർപ്പിക്കുന്നു. ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ ബിഷപ്പ് കാൻഡിഡേറ്റ്സിനെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മകൃപയിൽ ദൈവകൃപയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ സഹായിക്കണമേ എന്ന് അടിയങ്ങൾ ഒരുമിച്ച് യാചിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ടീച്ചർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്നേ വരെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചവരും
ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഓൾട്ടർ ബോയ്സ്, സെമിനേറിയൻസ്, ഇടവക പുരോഹിതന്മാർ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയിട്ടുള്ള എല്ലാവരും, ഇപ്പോൾ ഓർഡിനേഷനിൽ അടുത്ത സമയത്ത് കടന്നവർ, ഇനിയും ഓർഡിനേഷനിലേക്ക് പോകുന്ന അവരെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട പ്രിയപ്പെട്ട സോളമൻ ശമാസൻ, ആശിഷ് ശമാസൻ, മാത്യു ശമാസൻ, അതുപോലെ റായൻ അച്ഛൻ, ഇവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരെ ഏറ്റവും ഭംഗിയായി ചെയ്യുവാനുള്ള കൃപ ഞങ്ങളുടെ ബലഹീനരായ ഞങ്ങളുടെയും പ്രാർത്ഥന ആവശ്യമാണെന്ന് അറിയുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവരുടെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വഹിക്കുന്നു. സമയത്ത് സിക്കായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിഷിക്തരെയും അല്ലാത്തവരെയും സമർപ്പിക്കുന്നു. പൈങ്ങോലി അച്ഛന്, ടി യു ജേക്കബ് അച്ഛൻ, മേരി കൊച്ചമ്മ, ബെഞ്ചി അച്ഛൻ, ഡയാലിസിസ് അണ്ടർഗോ ചെയ്യുന്ന ബെഞ്ചി അച്ഛൻ, റോയ് അച്ഛൻ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള ദേവ് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഐലിയ ഷീനോയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ റേച്ചൽ, ഐഡയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എസിയേൽ, ലിഖിത, ഇത്രയും പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ഈ തലകൾ വണക്കിയിരിക്കുന്ന അനേകം മക്കൾ തന്നെ സൗഖ്യം പ്രാപിച്ചവരുണ്ട്, സൗഖ്യം പ്രാപിക്കാനിരിക്കുന്നവരുണ്ട്. അവരെ എല്ലാ ഓർത്ത് സ്തോത്രത്തോടെ അവിടുത്തെ തിരുസിൽ സമർപ്പിക്കുന്ന ഏത് അവസ്ഥയിലായാലും കർത്താവെ, ഞങ്ങൾ അവിടുത്തെ ആണിപ്പഴുതുള്ള കാര്യങ്ങൾ അവിടുത്തെ അവരുടെ മേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കർത്താവെ, സൗഖ്യം അവിടുത്തെ പക്കലുണ്ട്. വചനം അയച്ച് അവിടുത്തെ സൗഖ്യം തന്നിട്ടുണ്ട്. ഞങ്ങൾ സ്തോത്രത്തോടെ എല്ലാ മക്കളുടെയും, ലോകമെമ്പാടുമുള്ള മക്കളെ അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ള അവസ്ഥയിൽ സൗഖ്യം ലഭിച്ചാലും ഇനിയും സൗഖ്യം ലഭിക്കാനിരിക്കുന്നതും ഉള്ള അവസ്ഥയിൽ ഞങ്ങൾ അവിടുത്തെ സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബർത്ത്ഡേസ് ആയവരും വെഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പുതുതായി വന്ന ആദി വർഗീസ് കുഞ്ഞിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഠിന പരീക്ഷയിലാകപ്പെട്ട അനേകം മക്കളുണ്ട്. പ്രത്യേകം നിഷ, ഷീജ എന്ന മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വന്തം ജീവൻ വെടിഞ്ഞ് മറ്റു മക്കളെ രക്ഷിച്ച രാജേഷ് എന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാച്ചുറൽ കലാമിറ്റീസിലാകപ്പെട്ട് കേരളത്തിലുണ്ടായ വലിയ ഇപ്പോഴും ഉണ്ടായിട്ടുകൊണ്ടിരിക്കുന്ന വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായി അതിനകത്ത് രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന മക്കളെയും കർത്താവെ, അനേകർ കഷ്ടത്തിലായിരിക്കുന്നു. അവിടുന്ന് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജെറിൻ ജോസ് റാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പല വിധത്തിലെ കഷ്ടത്തില് രോഗാവസ്ഥയിലായിരുന്നിട്ടും അതിനെ അതിജീവിക്കുവാനുള്ള ശ്രമത്തിലായിരിക്കുന്ന അനേകം മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന സമയമാകുന്നുവല്ലോ. ലഹരിയും ഇന്റർനെറ്റും ഒക്കെ മാത്രമല്ല കർത്താവെ, പല ബന്ധനത്തിലായിട്ട് മാതാപിതാക്കളോട് എതിരിട്ടും ദിവസവും വായിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കൂദാശകൾ സ്വീകരിക്കുവാനോ ആരാധനയെ പങ്കിടാനോ ഒന്നും കൂട്ടാക്കാതെ മാതാപിതാക്കളോട് എതിർത്ത് ബന്ധനത്തിലാവപ്പെട്ട് മാതാപിതാക്കൾ കണ്ണീരോടെ ഇരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. കർത്താവെ, കരുണ തോന്നണമേ എന്നടിയങ്ങ് പ്രാർത്ഥിക്കുന്നു. ഭാവി എന്താണെന്നറിയാതെ അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ഡിപ്രഷനിലായി സൂയിസൈഡ് ടെൻഡൻസി ഉള്ള അനേകം കുഞ്ഞുങ്ങളുണ്ട്. കർത്താവെ, തീർച്ചയായിട്ടും അടിയങ്ങളുടെ കണ്ണുനീർ അവിടുത്തെ സന്നിധിയിൽ എത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇന്നിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാകുന്നു കർത്താവെ. അവരിലുള്ള ആ പിശാചീയ ശക്തിയിൽ നിന്ന് അവർക്ക് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് രാവിലെ ആരംഭത്തിൽ കണ്ണീരോടെ നിലവിളിക്കുന്ന മാതാപിതാക്കളോട്, കാരണം മാതാപിതാക്കളിൽ നിന്നും വീഴ്ചകൾ വരുന്നുണ്ട്. മാതാപിതാക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നതോടൊപ്പം ഈ കുഞ്ഞുങ്ങളും ശുദ്ധീകരിക്കപ്പെടുവാനും ഒരു സമയത്ത് ഒരുമിച്ച് അവിടുത്തെ സ്തുതിക്കാനും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപേക്ഷയുണ്ട് കർത്താവെ. ദിയായിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 2 ആൻമാർ, 2 എലിസബത്ത്, ആൽബിറ്റ്, ലോറൻസ്, കരോളിൻ, ഹന, അനേകം കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് ബൈബിളും സൺഡേ സ്കൂളും ഒക്കെ പഠിച്ചതിന് ശേഷം അതിന്റെ സാങ്കത്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് നിരീശ്വരവാദികളായി പോയ കുഞ്ഞുങ്ങളുണ്ട്. അവരോടും കരുണ തോന്നുന്ന ശത്രു വളരെയധികമായി അവരെ കീഴ്പ്പെടുത്തുന്നുണ്ട്. കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വോളണ്ടറി സംഘടനകളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആശ്രയ, കാരുണ്യ നിലയം, ഹനാഭവൻ, ശാലം വരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് ബുദ്ധിമുട്ടിലായ സംഘടനകളെ അവരെ
പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, സാമ്പത്തിക സഹായം കൊണ്ടും പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ സമയങ്ങളിൽ സഹായിക്കാനുള്ള കൃപ ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചർച്ചിന്റെ അംഗങ്ങള് പ്രത്യേകിച്ച് ശുദ്ധീകരണ പ്രവർത്തനങ്ങളുടെ പരിസര ശുദ്ധീകരണത്തിന് ഏർപ്പെട്ടിരിക്കുന്നത് കണ്ട് അതേപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. 31-ാം അധ്യായം 28-ാം വാക്യം, ദൈവം തമ്പുരാൻ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിലെ എല്ലാ മറ്റ് ജീവികളെയും അടക്കി വാഴുവെന്ന് പറഞ്ഞ കർത്താവാകുന്നുവല്ലോ. ആശാ പി ജോൺ, സജിനി, സമീറ, സാൻഡ്ര, സംഗീത, സരുൺ, സെലിൻ, ശാലിനി, ഷാരോൺ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുഞ്ഞുങ്ങളെ ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ദൈവനാമ മഹത്വത്തിനായി വളർത്തിക്കൊണ്ടുവരാൻ വരെ സഹായിക്കണമേ. ആരുടെ കൊച്ചമ്മയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദീപ കൊച്ചമ്മ, രോഷിനി കൊച്ചമ്മ, സൗമ്യ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല, തക്ക തുണയുണ്ടാക്കി ദൈവം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പാർട്ട്നേഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആശ ജോസ്, ബ്ലസ്സി, സിറിൽ, സോഹൻ, ജെറമി, കാരൾ, മിന്നു, ടാഷ, താര, മറിയ, ടീന, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. പാർട്ട്നേഴ്സിനെ വിവാഹം വേണ്ട എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവരെല്ലാം ഓർത്ത് ദേവസന്നിധിയിൽ വയ്ക്കുന്നു. ഡിഫിക്കൽട്ട് പ്രഗ്നൻസിയിൽ ഇരിക്കുന്ന ഡാലി, ക്രിസ്റ്റ, ഫേബ, നോറൻ, നിധി, ആർലിൻ, എലീന, രജനി, എലിഷുബ, മെലീസ ഇവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനാഥർ, വിധവമാർ, യുദ്ധത്തിന്റെ കെടുതിയിലിരിക്കുന്നവർ, പീഡ അനുഭവിക്കുന്നവരുണ്ട്. രാജ്യത്തിന്റെ നേതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ പരിശുദ്ധാത്മാവിനെ അയച്ചവരുടെ അവർക്ക് നല്ല സമാധാനം ഉണ്ടാക്കുന്ന സമാധാനത്തിന്റെ ആത്മാവിനെ കൊടുക്കണമേ. സഭയുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നിപ്പിച്ച് കുരിശിന്റെ ചുവട്ടിൽ അണിനിരക്കുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വാങ്ങിപ്പോയ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അലക്സിയോസ് മാർ തെയോദോസ് തിരുമേനിയുടെ ആത്മാവിന് വേണ്ടി മധ്യസ്ഥയ്ക്ക് യാചിക്കുന്ന യൗനാനച്ചൻ, അതുപോലെ ജോസഫീൻ, ജോണിയ, ഓമന ചാണ്ടി, വരുൺ ഐസക്, ഏഞ്ചൽ 28 വയസ്സുള്ള ഒരു മകളാണ്. രാജേഷ്, മറ്റൊരു മകന് വേണ്ടി ജീവൻ വെടിഞ്ഞ റേച്ചൽ ജോസഫ്, അനേകം മക്കളുണ്ട്. പ്രിയപ്പെട്ട എല്ലാ വാങ്ങിപ്പോയ അഭിഷിക്തരും അല്ലാത്തവരും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും വാങ്ങിപ്പോയവരെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. അവർക്ക് ആശ്വാസം കൊടുക്കണമേ. അവരെ ഉള്ള പർദീസയിൽ വാങ്ങിപ്പോയവരെ പാർപ്പിക്കണമേ. ആത്മാക്കളെ പാർപ്പിക്കണമേ. സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിട്ടുപോയ കാര്യങ്ങൾ ദേവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട മറിയമ്മ മാത്യു ആണ്. മറിയമ്മ മാത്യുവിനെയും കുടുംബത്തെയും ദേവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയും മറിയമ്മ മാത്യു പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഇസ്രായേലിന്റെ പരിപാലകനായ ഞങ്ങളുടെ യഹോവേ, അപ്പ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഈ സമയം അടുത്തു വരുന്നു. കർത്താവേ, വെള്ളിയാഴ്ചയുടെ ദിവസം അടിയങ്ങൾക്ക് ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ആയിരുന്ന അടിയങ്ങൾക്കൊക്കെയും തൃപ്പാദത്തെങ്കിൽ അടുത്തു വരുവാനും നിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും തന്ന ഈ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിച്ച് അടിയങ്ങളുടെ പ്രാർത്ഥന നീ അവിടുന്ന് തിരുസന്നിധിയിൽ എത്തുമാറാകണമേ. കർത്താവേ, ഞങ്ങളൊന്നിനും കഴിവുള്ളവരല്ല കർത്താവേ, അടിയങ്ങൾ വെറും പൊടിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, നീയാണ് അടിയങ്ങളെ നിർത്തിയത്. കർത്താവേ, ഇത്രത്തോളം അടിയങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് തന്നതല്ലാതെ ഒന്നുമല്ല കർത്താവേ. അവിടുന്ന് പല രാജ്യങ്ങളിലായിട്ടിരുന്നുകൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് നിന്നെ സ്തുതിപ്പാനും നോക്കുവിളിപ്പാനും മാതാവിൻ്റെ ആ നല്ല കാര്യങ്ങളെയൊക്കെയും കേൾപ്പാനും നിന്റെ ദാസിയിൽ കൂടെ കേൾപ്പാനും തന്ന ഈ അവസരത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയവരെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. കർത്താവ് എൻ്റെ മകൾക്ക് എല്ലാ നല്ല വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്ത് മാതാവിനെ പോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡും പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും സമർപ്പണവും കൺട്രോൾ ടങ്കും ഒക്കെ ഞങ്ങൾക്ക് നീ തരണമേ കർത്താവെ. അടിയങ്ങൾ തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട് കർത്താവെ, അതൊക്കെ ഞങ്ങളോട് ക്ഷമിച്ച് അടിയങ്ങളെ പ്രാർത്ഥന അവിടുത്തെ തിരുസന്നിധിയിൽ എത്തുമാറാകണമേ കർത്താവെ. കർത്താവെ ഞങ്ങളെ ഹൃദയം എപ്പോഴും നന്ദിയാൽ നിറഞ്ഞിരിപ്പാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ കർത്താവെ അവിടുത്തെ
അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവാനുള്ള ഒരു നല്ല ഹൃദയം ഞങ്ങളിൽ വാർത്തെടുക്കണമേ കർത്താവെ. ഈ സമയടിയങ്ങൾ കർത്താവെ തിരുസനെ സമർപ്പിച്ച കർത്താവെ എല്ലാ കാര്യങ്ങളെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായിരിക്കുന്നു, പ്രത്യേകിച്ച് പ്രകൃതിയുടെ ക്ഷോഭത്തിലെ കർത്താവെ, കലാമിറ്റീസിലായിരിക്കുന്ന അടിയങ്ങളുടെ നാട്ടിലെ കർത്താവെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലരും പല ക്യാമ്പുകളിലൊക്കെ ആയിരിക്കുന്ന വീടുകളിൽ കർത്താവെ വെള്ളമൊക്കെ നിറഞ്ഞ് വളരെ കഷ്ടതയിലായിരിക്കുന്നു. ഞങ്ങളെല്ലാം അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു കർത്താവെ. അതൊക്കെ ഓർത്ത് കർത്താവെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാം ഓർത്ത് പ്രത്യേകമായി കർത്താവെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിനക്ക് കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ കർത്താവെ. അവിടുന്ന് പ്രകൃതിയെയും കാറ്റിനെ എല്ലാം ശാന്തമാക്കാൻ കഴിവുള്ളവനായ കർത്താവെ. അടിയങ്ങൾ അവിടുത്തെ കർത്താവെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെല്ലാവരും ഇവിടുന്ന് നീ കാത്തുവരുവാൻ അവരുടെ സ്വന്തം വീടുകളിലേക്ക് കർത്താവെ തിരികെ പോകുവാനും അതെല്ലാം പുനഃസ്ഥാപിക്കുവാനുമായിട്ടുള്ള ഒരു കഴിവും പ്രാപ്തി അവിടുന്ന് നീ കൊടുക്കണമേ കർത്താവെ. പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടതായിട്ടുള്ള ശക്തിയും ബലവും കർത്താവെ സാമ്പത്തികമായിട്ട് സഹായമൊക്കെ എത്രയും പെട്ടെന്ന് എത്തുവാനായിട്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളെ ഓർത്ത് കർത്താവ് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രയാസത്തിലും കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബാബ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേലധ്യക്ഷന്മാരെയും അച്ഛന്മാരെയും കർത്താവെ കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശമാശന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വൈദിക സ്കൂളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ വേലയിൽ ആയിരിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്കൊക്കെയും നിന്റെ കൃപയിൽ കർത്താവെ പ്രവർത്തിപ്പാൻ വിശ്വാസത്തിൽ കർത്താവെ എല്ലാവരും നീ അവിടെ നിന്ന് ഉറപ്പിക്കണമേ. നിങ്ങളുടെ വിശ്വാസം ഒട്ടും ചോർന്നു പോകാനായിട്ട് നീ ഇടയാകരുത്. ശിശുമാരെയൊക്കെയും കുടുംബമായിട്ട് കർത്താവെ അവിടെ നിന്ന് നീ അനുഗ്രഹിക്കണമേ. അടിയങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലതരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തനിയായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളൊക്കെയും നല്ല പാത തിരഞ്ഞെടുപ്പാൻ വേണ്ടതായിട്ടുള്ള വിവേകവും ജ്ഞാനവും ഒക്കെയും കുഞ്ഞുങ്ങൾക്ക് നീ കൊടുക്കണമേ കർത്താവെ. അടിയങ്ങളുടെ തലമുറ നശിച്ചു പോകാനായിട്ട് അവിടെ നിന്ന് ഇടയാക്കരുത് കർത്താവെ. അടിയങ്ങളുടെ അടിയങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അടിയങ്ങളുടെ തലമുറയെ അവിടെ നിന്ന് നന്നായി അവിടെ നിന്ന് വരുവാനായിട്ട് അവിടെ നിന്ന് ഇടയാക്കണമേ. പലപരമായ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നവരാകുന്ന കർത്താവെ. അവിടുന്ന് അഡിക്ഷനിലായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, പല വിധത്തിലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളൊക്കെ നിന്റെ നാമം കർത്താവെ മഹത്വത്തിനായി തീരുവാനായിട്ട് അവിടുന്ന് ഇടയാക്കണമേ കർത്താവെ. സഭയെ അവിടുന്ന് കറക്കുന്നു. മറ്റുള്ള സഭകളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് തന്നിട്ടുള്ള എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ പകൽക്കാലം കർത്താവെ. അടിയങ്ങളെയും രാത്രികാലവും ചില സ്ഥലത്തായിരിക്കുന്നു കർത്താവെ. അവിടെയൊക്കെ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ കർത്താവെ. അവിടുന്ന് രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലവിധ അസുഖങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. അവരെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാര്യം കർത്താവെ തല തൊട്ട് കർത്താവ് ഉള്ളംകാൽ വരെ തൊട്ട് അവരൊക്കെ നീ സൗഖ്യമാക്കണമേ കർത്താവെ. അവരെ ശുശ്രൂഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് വേണ്ടതായിട്ടുള്ള ബലവും ശക്തിയും ധൈര്യവും ആയുസ്സും ആരോഗ്യവും ഒക്കെ കർത്താവെ നീ അവിടുന്ന് കൊടുക്കണമേ കർത്താവെ. അടിയങ്ങളുടെ എല്ലാ കർത്താവെ അടിയങ്ങളുടെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെയും. നോയമ്പിൻ്റെ കാലങ്ങൾ കർത്താവെ മാതാവിനോട് കർത്താവെ ചേർന്ന് അടിയങ്ങൾക്ക് നിന്നെ ആരാധിപ്പാനും പാട്ടുപാടുവാനും ഒക്കെയും തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ മീറ്റിങ്ങിൽ കർത്താവെ അടിയങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരെയും സഹായിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതൊരു അനുഗ്രഹത്തിൻ്റെ കർത്താവെ പ്രാർത്ഥനയായി തീരുവാനായിട്ട് ഇടയാക്കണമേ കർത്താവെ. ഒരിക്കലും ഒന്നും ദോഷമായിട്ട് വരുവാനായിട്ട് കർത്താവെ നീ ഇടയാക്കരുത് കർത്താവെ. ഇതിനുവേണ്ടി അച്ഛന്മാരെയും അമ്മാമ്മമാരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് അടിയങ്ങളായിരിക്കുന്നിടത്ത് കർത്താവെ തന്നിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടിയങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവെ. അവിടുന്ന് അടിയങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ കർത്താവെ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശ്വര രക്ഷകന്റെ നാമത്തിൽ താഴ്മയും വിനയവും അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസം നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയും ആയിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും ഇടവകളിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സുമാ തോമസ്. Yes. All honor, glory, and thanks to God Almighty for His abundant grace and mercy, and for bringing us together in prayer on this blessed Friday fasting prayer fellowship. We extend our heartfelt gratitude to our Tirumeni, His Grace Dr. Thomas Mar Ivanios, Metropolitan of the Diocese of Southwest America, for his spiritual guidance, prayers, and inspiring leadership of our diocese. We are deeply thankful to Reverend Father A.B. Abraham, Vice President of MMVS of the Diocese of Southwest America, for faithfully leading this fasting prayer every week
and for your uplifting words of encouragement that strengthen our faith. A sincere thanks to Reverend Father Thamban Varghese, Regional MMVS Vice President of the South Dallas region, for your support and leadership. We are especially grateful to our guest speaker, Professor Mrs. Mary Matthew, General Secretary Akhila Malankara MMVS, for sharing such an inspiring and thought-provoking message. Your message reminds us that during this Shunoya Lent, we must try our best to emulate the complete submission and obedience of our Blessed Virgin Mother, Saint Mary. May her example inspire us to surrender ourselves fully to God. Elizabeth Taragan Auntie, a very special thank you for your sincere dedication and tireless effort in keeping this fasting prayer fellowship active and strong. Your commitment and love for this ministry are truly appreciated. Thank you, Auntie. We also express our sincere appreciation to my fellow church members of St. Mary's Villapalli, Dallas. Thank you to our Bible readers, Mrs. Chelama Abraham, Mrs. Anima Jacob, and Mrs. Sarama Thomas. To Mrs. Mercy Workey and Mrs. Mary Matthew for their beautiful rendering of songs, and to Mrs. Mariama Matthew for leading the intercessory prayer. Finally, this fasting prayer fellowship would not be possible without the participation of each one of you. Thank you for joining us today, and we pray that God will continue to bless us all abundantly. Thank you.